ശിവശക്തി സങ്കല്പത്തിലുള്ള പ്രാർത്ഥന അതീവ ഫലദായകമാണ്. ശിവക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലായി പാർവതി ദേവിയെ സങ്കല്പിച്ച് ഒരു പിൻവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ടാകും. ഈ വിളക്കിന് പിന്നിലായി കണ്ണാടികൾ കൂടിച്ചേർത്ത് പുഷ്പാകൃതിയിൽ പ്രഭ സ്ഥാപിച്ചിട്ടുണ്ടാകും. ഈ പ്രഭയിൽ പിൻവിളക്കിലെ ജ്വാല അനേകം ജ്വാലകളായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദർശനത്തിൻ്റെ പൂർണ്ണഫലം ലഭിക്കണമെങ്കിൽ പാർവതി ദേവിയെ സങ്കല്പിച്ച് പിൻവിളക്കിൽ എണ്ണ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മംഗല്യസിദ്ധി, ദീർഘമാംഗല്യം, ഭാര്യ ഭർത്തൃഐക്യം എന്നിവയാണ് പിൻവിളക്ക് വഴിപാടിൻ്റെ ഫലം. ദർശനശേഷം പ്രസാദം വാങ്ങി കുറച്ചു നേരം പഞ്ചാക്ഷരി ജപിച്ച് ക്ഷേത്രത്തിൽ ഇരിക്കണം. മൃത്യുഞ്ജയ മന്ത്രം, ശിവപഞ്ചാക്ഷര സ്തോത്രം എന്നിവ ജപിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായി ക്ഷമാപണ മന്ത്രം ചൊല്ലി നമസ്കരിക്കണം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു. കൈകാലുകൾ കൊണ്ടും ബലം, കർമ്മം എന്നിവയാലും കണ്ടതും കേട്ടതിനാലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഹിതവും അഹിതവുമായി ചെയ്തുപോയ അപരാധങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചാലും ഭഗവാനെ ശ്രീ മഹാദേവ ശംഭു എന്നാണ് ഈ ക്ഷമാപണ മന്ത്രത്തിൻ്റെ അർത്ഥം.